WCC എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്നതല്ലാണ്ട് എവിടെയാണ് ഇവരുടെ ഒരു ആസ്ഥാന മന്ദിരം, എവിടെയാണ്, എന്താണ് ഇവരുടെ രജിസ്റ്റർ നമ്പർ, എന്താണ് ഇവരുടെ ബൈലോ, ഇവരുടെ പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണ്, ഇങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ WCCനെ പറ്റി കേൾക്കുന്നത് മൊത്തം ചില സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഓൺലൈനിൽ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയായിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അമ്മ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 31 വർഷം മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അമ്മ സംഘടനയും ഇപ്പൊ WCC ആയിട്ട് ഒരു വാർ നടക്കണ പോലെ നമ്മളുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അമ്മ. അപ്പം അമ്മയ്ക്ക് കൃത്യമായിട്ടൊരു ബൈലോ ഉണ്ട്, ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നമ്മുടെ നിലപാടുകളിൽ നമ്മൾ എപ്പോഴും ഉറച്ചിരിക്കണം. കസബയെ കുറിച്ച് ശ്രീമതി ഗീതു മോഹൻദാസ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തികച്ചും എന്താ പറയുക, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു സിനിമാക്കാരിയാണ് അല്ലെ. ഒരു സിനിമ നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത്, അതായത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എഴുതുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെ ഒരു സിനിമയുടെ അഭിനയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പോപ്പിൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ലക്ഷ്മിപ്രിയ ചേച്ചിയാണ്. ചേച്ചി നമസ്കാരം. നമസ്തേ. സുഖായിരിക്കുന്നു. എങ്ങനെ പോകുന്നു? ഇപ്പം അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോഴേക്കും എന്താ പറയുക, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവില്ലേ? അപ്പൊ അതിന്റെ ഇടയിൽ വീട്ടുകാരെയും കാര്യങ്ങളും മാതങ്കീനൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം കൂടെ അങ്ങനെ ഒരു ഓൾറൗണ്ടർ ആണ് എപ്പോഴും. ഒരു കാര്യം ചെയ്യുന്നോണ്ട് മറ്റേ കാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് തുടക്കം മുതലേ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ആ ഒരു ഓളത്തിൽ അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ അമ്മയിലെ വൈസ് പ്രസിഡന്റിന് അങ്ങനെ ഒരു ഭയങ്കരമായ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഞങ്ങൾക്ക് മീറ്റിംഗ്സ് ഉണ്ടാവും, നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവും. പിന്നെ ഞാൻ പറയും എപ്പോഴും, ഞാനും സരയും കൂടെ പറയുന്ന ഒരു വാക്കാണ്, ഈ ഓഫീസ് ജോലി ഒന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് പഠിക്കുകയൊന്നും ചെയ്യാഞ്ഞത്. ഇപ്പൊ ഓഫീസ് ജോലി ചെയ്തു തീർക്കാൻ സമയം ഇല്ലാത്ത പോലെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയും. അങ്ങനെ ഉണ്ട്. പിന്നെ അതൊരു വലിയ സർവീസ് ആണല്ലോ, അത് ചെയ്യാനുള്ള എല്ലാ മനസ്സും ആയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ചുമതല ഏറ്റെടുത്തത്. അങ്ങനെ കമ്പാരിറ്റീവ്ലി ഒരു വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായിട്ടൊന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞു. ഇപ്പൊ അതിന്റെ ഇടയിൽ കുട്ടിയുടെ കാര്യമൊക്കെ എങ്ങനെ? അതായത് മോളുടെ സ്കെഡ്യൂൾ എന്ന് വെച്ചാൽ രാവിലെയാണ് സ്കൂള്. അപ്പൊ ഞാനൊരു 5:30 ഒക്കെ ആകുമ്പോ എഴുന്നേക്കും. ഇപ്പൊ പിന്നെ ജിമ്മി പോക്കൊക്കെ ഉണ്ട്. അപ്പം അവൾക്ക് ഒരു 7 o'clock സ്കൂൾ ബസ് വരുന്നത്. അപ്പം ആള് പോകും. ഉച്ച വരെയുള്ളൊരു സമയത്ത് ഞാൻ എപ്പോഴും ഫ്രീ ആയിരിക്കും. അതായത് ഒരു 3 o'clock വരെയുള്ളൊരു സമയം ഫ്രീ ആയിരിക്കും. അതിനെ അറേഞ്ച് ചെയ്തിട്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സ്കെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, എനിക്കിവിടെ വളരെ നല്ല ഒരാളുണ്ട്. എല്ലാ കാര്യങ്ങളും ഒക്കെ എൻ്റെ ആബ്സെൻസ് ഒന്നും ഫീൽ ചെയ്യിക്കാതെ എല്ലാം നോക്കാനായിട്ട് എനിക്ക് ആളുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പം ചേച്ചി ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ സംഘടനയും ഇപ്പൊ WCC ആയിട്ട് ഒരു വാർ നടക്കണ പോലെ നമുക്ക് പ്രേക്ഷകർക്ക് നമുക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ആക്ച്വലി അങ്ങനത്തെ ഒരു വാർ അവിടെ നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു വാറിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു വാർ നടക്കുന്നതായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാല് അമ്മയിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെയാണ് WCCയിലേക്ക് ആർട്ടിസ്റ്റുകളായിട്ട് പോയിട്ടുള്ളത്. പിന്നെ WCCയുടെ ഉദ്ദേശം വളരെ നല്ലത് തന്നെയായിരുന്നു. WCC തുടങ്ങുമ്പോൾ അവർ പറഞ്ഞത് മലയാള സിനിമയിലെ സമസ്ത മേഖലയിലും, അതായത് ഇപ്പോൾ ഹെയർ ഡ്രസ്സർ തൊട്ട് പിന്നെ എന്താ പറയാ കോസ്റ്റ്യൂമേഴ്സ്, അതുപോലെ ആർട്ടിസ്റ്റ്, ക്യാമറ വിമൻസ്, അങ്ങനെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്ത്രീകള്, കൊറിയോഗ്രാഫേഴ്സ്, ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന എന്നാണ് പറഞ്ഞിരുന്നത്. കംപ്ലീറ്റ് അമ്മ എന്ന് പറയുമ്പോൾ ആർട്ടിസ്റ്റ് അസോസിയേഷൻ ആണല്ലോ, മറ്റേത് സമസ്ത മേഖലയിലുമുള്ള സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേക്ക് പിന്നെ ഇവര് മെമ്പേഴ്സിനെ എടുക്കുകയോ വേറൊന്നും ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയാ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചില എന്താ പറയുക സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരായിട്ട് ആണ് എനിക്ക് WCCയെ തോന്നിയിട്ടുള്ളത്. നമ്മളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യും എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നോ? ഇല്ല, വിളിച്ചിട്ടില്ല. ഞാനാണല്ലോ അതൊക്കെ പുറത്താദ്യമേ പറയുന്നത്. നമ്മളെ എല്ലാരെയും കൂട്ടിച്ചേർക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മയോ എന്താണ് ഇവരുടെ ബൈലോ, സത്യം പറഞ്ഞാൽ എന്താണ് WCCയുടെ രജിസ്ട്രേഷൻ? അമ്മ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് 31 വർഷം മുമ്പ്
രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആണ് നമ്മളുടേത്. നമ്മളുടെ അംഗങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അമ്മ. അപ്പം അമ്മയ്ക്ക് കൃത്യമായിട്ടൊരു ബൈലോ ഉണ്ട്, ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ട്, അമ്മയ്ക്ക് കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ നടത്തണം, ഇന്ന ഇടപെടലുകൾ നടത്തണം എന്നുണ്ട്. അതെല്ലാം നമ്മൾ നടത്തുന്നുമുണ്ട്. ഓക്കെ, പക്ഷേ ഈ WCC എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കേൾക്കുന്നതല്ലാണ്ട് എവിടെയാണ് ഇവരുടെ ഒരു ആസ്ഥാന മന്ദിരം, എവിടെയാണ്, എന്താണ് ഇവരുടെ രജിസ്റ്റർ നമ്പർ, എന്താണ് ഇവരുടെ ബൈലോ, ഇവരുടെ പ്രസിഡന്റ് ആരാണ്, സെക്രട്ടറി ആരാണ്, ഇങ്ങനെ എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ WCCനെ പറ്റി കേൾക്കുന്നത് മൊത്തം ചില സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഓൺലൈനിൽ അഭിപ്രായം പറയുന്ന ഒരു സംഘടനയായിട്ട് മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ആരാണെങ്കിലും പറയുന്ന കാര്യത്തിൽ ഗൗരവം ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും അതിനൊരു മീഡിയ അറ്റൻഷൻ ഉണ്ടാവും അല്ലേ, ചില കാര്യങ്ങൾക്ക് ഒരു അറ്റൻഷൻ ഉണ്ടാവും. അത്തരം ഒരു അറ്റൻഷൻ കിട്ടുന്നു എന്നതിൽ കവിഞ്ഞിട്ട് ഒരു സംഘടനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബാക്കി ഫർദർ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ നിലപാടുകൾ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഒരു കസബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയുടെ റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ WCCയിലെ അംഗം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ, ഗീതു മോഹൻദാസ്. അപ്പൊ പുള്ളിക്കാരി ഒരു ഫിലിം ചെയ്തപ്പോഴേക്കും പ്രോപ്പർ നമുക്കത് കാണുമ്പോഴേക്കും എനിക്ക് ആക്ച്വലി അതിനകത്ത് വൾഗാരിറ്റി ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരു മൂവി ആയിട്ട് കാണുക എന്നുള്ള രീതിയിൽ മാത്രം. പക്ഷെ ഇവര് നേരത്തെ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങൾ വെച്ചിട്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചി അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ കസബയെ കുറിച്ച് വന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു നിലപാടുകൾ ഇപ്പൊ മാറുന്നത്, അതായത് അതിനെ ഒരു നിലപാട് മാറ്റം എന്നതിനെക്കാട്ടിലും ഇവിടെ സ്ത്രീയും പുരുഷനും ഉണ്ട്. അപ്പം നമ്മളൊരു സിനിമയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ത്രീയെയും പുരുഷനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയിട്ടാണല്ലോ നമ്മൾ സിനിമ ചെയ്യുക. അല്ലാതെ ഒരു സ്ത്രീയെ മോശക്കാരിയാക്കണം എന്ന കഥയാണ് അവിടുത്തെ സ്റ്റാർ. അല്ലാണ്ട് ഇപ്പൊ സ്ത്രീയെ മോശക്കാരിയാക്കിയിട്ട് സിനിമ ഉണ്ടാക്കണമെന്നോ പുരുഷന്മാരെ മോശക്കാരാക്കിയിട്ട് സിനിമ ഉണ്ടാക്കണമെന്നോ വെച്ചിട്ടല്ല ഒരിക്കലും സിനിമ ഉണ്ടാക്കുക. സിനിമയിൽ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടാവും അല്ലേ. ആ കഥാപാത്രങ്ങളെ എന്തിനാണ് ഒരു സിനിമാക്കാര് തന്നെ വിമർശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കസബ എന്ന് പറഞ്ഞ സിനിമയെ അത്തരത്തിൽ വിമർശിച്ചതും തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവരിങ്ങനത്തെ ഒരു സിനിമ എടുക്കുമ്പോൾ അതിനെ ആൾക്കാർ വിമർശിക്കുന്നതും തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അത് ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന സീൻസ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ ആ സിനിമയിലുള്ളത്. അപ്പം ഈ കസബയെ കുറിച്ച് ശ്രീമതി ഗീതു മോഹൻദാസ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തികച്ചും എന്താ പറയുക, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി ഒരു സിനിമാക്കാരിയാണ് അല്ലേ. ഒരു സിനിമ നൽകുന്ന സ്വാതന്ത്ര്യം എന്താണ് എന്നുള്ളത്, അതായത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എഴുതുമ്പോൾ ഉള്ള സ്വാതന്ത്ര്യം, ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെ ഒരു സിനിമയുടെ അഭിനയിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ നിലപാടുകളിൽ നമ്മൾ എപ്പോഴും ഉറച്ചിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകരുത്, നമ്മൾ ചെയ്യരുത്. അപ്പം അത്തരം നിലപാടുകളൊക്കെ പിന്നെ എന്താ പറയാ തെറ്റാണ് എന്ന് മനസ്സിലായിട്ടാണോ ഇപ്പൊ അതിനെ തിരുത്തിയിട്ട് അങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവരൊരു പിന്നെ സിനിമാക്കാരിയാണ്, ഏറ്റവും നല്ല ചിത്രങ്ങൾ എടുക്കാൻ പിന്നെ സ്റ്റഫുള്ളൊരു ക്രാഫ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അവരുടെ ആ സിനിമയിൽ അവരുടെ സിനിമ പിന്നെ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഡിസേർവ് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് അവർ കൊണ്ടുവന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ അത് സിനിമയില് ഒരുപാട് കഥാപാത്രങ്ങള് അങ്ങനെ നമുക്കിപ്പം നമ്മൾ കാണാറില്ല, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ജീവിതങ്ങൾ അങ്ങനെ ഉണ്ടാവും. നമുക്ക് അതിനകത്ത് നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിന്റെ സ്കെച്ച് നമുക്ക് കിട്ടുമായിരിക്കാം. പക്ഷെ നമുക്ക് ഇതൊന്നും റിയൽ ലൈഫിൽ നമുക്ക് പോയി ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാർക്കും നമുക്കിതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടിട്ട് ആൾക്കാർ ഇൻസ്പയർ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഈ സിനിമ കണ്ട ആൾക്കാർ ഇൻസ്പയർഡ് ആവുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്രമാത്രം ചേച്ചിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്? സിനിമ കണ്ട ആൾക്കാർ ഇൻസ്പയർ ആവുന്നുണ്ടോ? അങ്ങനെയല്ല, സിനിമ കണ്ട് ഒരു കഥ പറയാ, ഒരു കഥയല്ല ഇത് നടന്ന നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ വല്യച്ഛന് എൻ്റെ പിന്നെ വല്യച്ഛൻ്റെ അപ്പച്ചിയുടെ മകളെ മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എൻ്റെ അച്ഛൻ്റെ അമ്മ പറഞ്ഞു, മൂത്ത മകനാണ് എൻ്റെ വല്യച്ഛൻ,
പുള്ളി അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ല, അച്ചമ്മ പറയുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിയെ എൻ്റെ അച്ചമ്മയും ആൾക്കാരൊക്കെ പോയിട്ട് കണ്ടെത്തിയിട്ട്, പണ്ട് അങ്ങനെയാണല്ലോ, വീട്ടുകാരാണ് കല്യാണം ഉറപ്പിക്കുന്നത്, ചെറുക്കനും പെണ്ണിനും അതിൽ കാര്യമായിട്ട് റോളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ വല്യമ്മയെ വല്യച്ഛനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഇതിനെ തുടർന്ന് എൻ്റെ വല്യച്ഛനെ എൻ്റെ അച്ചമ്മയായിട്ട് എന്നും വഴക്കാണ്. ഓക്കെ, എല്ലാ ദിവസവും വഴക്കാണ്. അങ്ങനെ വഴക്കിട്ട് അദ്ദേഹം സത്യൻ മാസ്റ്ററുടെ ഒരു സിനിമ കാണുകയാണ്. എനിക്കൊന്ന് വാഴ്വേമായോ അങ്ങനെ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല കേട്ടോ, ചിലപ്പോൾ ഞാൻ പറയുമ്പം ഇത് കഥ മാറിപ്പോയേക്കാം. ഏതോ ഒരു സിനിമയിൽ അമ്മയോട് വഴക്കിടുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു, മുടിയനായ പുത്രനോ ഏതോ, എനിക്ക് പേരറിയില്ല കേട്ടോ. ഏതോ സത്യൻ മാസ്റ്റർ സിനിമയാണ്, ഇത് എൻ്റെ കുടുംബത്തെ കേൾക്കുന്ന ഒരു കഥയാണ്. അങ്ങനെ പിന്നെ ആ സിനിമയിലെ അമ്മയും മകനും തമ്മിൽ, സത്യൻ മാസ്റ്ററുടെ അമ്മയായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രവും തമ്മിൽ എന്നും വീട്ടിൽ വഴക്കാണ്. ഇങ്ങനെ വഴക്കിട്ട് ഏതോ ഒരു സമയത്ത് പുള്ളിക്ക് മാനസാന്തരം വന്നിട്ട് ഈ പുള്ളി അമ്മയുടെ കാല് കഴുകി വെള്ളം കുടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ട് എൻ്റെ വല്യച്ഛൻ ഈ സിനിമ കണ്ടിട്ട് വല്യച്ഛന് തോന്നുകയാണ്, വല്യച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റല്ലേ, ഞാൻ ഒരു കല്യാണം കഴിപ്പിച്ചതിന്റെ പേരിൽ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെയാണല്ലോ എൻ്റെ അമ്മ കല്യാണം കഴിപ്പിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ എൻ്റെ അമ്മയെ ഞാൻ എന്തോരം അമ്മയുടെ അടുത്ത് വഴക്കിടുന്നു, ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ വല്യച്ഛൻ നാട്ടുമ്പുറത്തൊക്കെ നടക്കുന്ന കാലാന്ന് ആലോചിക്കണം കേട്ടോ. അന്നത്തെ അമ്മമ്മമാരൊന്നും കൃത്യമായിട്ട് ചെരുപ്പൊന്നും ഇട്ടൊന്നും നടക്കുന്നവരല്ല. എൻ്റെ അമ്മമ്മയുടെ കാല് ബലമായിട്ട് പിടിച്ചൊരു പ്ലേറ്റിൽ വെച്ച് കരഞ്ഞോണ്ട് കഴുകിയിട്ട് എൻ്റെ വല്യച്ഛൻ കുടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം എൻ്റെ അച്ചമ്മ മരിക്കുന്നിടം വരെയും എൻ്റെ വല്യച്ഛൻ അച്ചമ്മയുടെ അടുത്ത് വഴക്കിട്ടിരുന്നില്ല, ഏറ്റവും നല്ല മകനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പം അതാണ് ഒരു കല നൽകുന്ന ഒരു എന്താ പറയാ, ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്ന പോലെ. ഇത് തെറ്റായ രീതിയിലും ചിലപ്പോൾ ഇൻസ്പയർഡ് ആയിരിക്കാം. നമ്മൾ കണ്ടില്ല ഒരു ഹീറോ പരിവേഷം, ലാലേട്ടനൊക്കെ മീശ വിരിച്ചൊക്കെ വരുമ്പോ, മുണ്ടൊക്കെ മടക്കി കുത്തി വരുമ്പോ മുണ്ടെടുത്ത് നടക്കുന്ന എത്രയോ ചേട്ടന്മാരുണ്ട്. പക്ഷെ അതിനൊരു ക്രൈമിലേക്ക് കൊണ്ടുപോകാൻ മാത്രം മനക്കട്ടി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ദൃശ്യം സിനിമ വരുന്ന സമയത്ത് നമ്മുടെ സെൻകുമാർ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. ആലോചിച്ച് നോക്കൂ, ആ ഒരു സിനിമ കണ്ടതിന്റെ മോട്ടീവ് ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്രിമിനൽ എപ്പോഴും ആ ഒരു ക്രിമിനൽ ചിന്താഗതി ഉള്ളവന്റെ ഉള്ളിലായിരിക്കും ഇതിനെ ആയിരിക്കും ആളി കത്തിക്കുന്നത്. നമുക്കിപ്പോ സ്റ്റൈലായിട്ട് വേഷം ധരിച്ച് നടക്കാനായിരിക്കും നമുക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു പാപം ചെയ്യുന്ന ഒരാൾക്ക് പശ്ചാത്തപിക്കാനായിരിക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത്. ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്ന് പറയുന്ന ആൾക്ക് ആ ആളുടെ ക്യാരക്ടറിനെ പോലെ ഇരിക്കും, ആ വ്യക്തിയുടെ. അല്ലാണ്ട് ഒരു സിനിമ കണ്ടതുകൊണ്ട് നന്നായിരുന്നു, ഇതേ സിനിമ കണ്ട അമ്മയോട് വഴക്കിടുന്ന എത്രയോ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. അവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മാനസാന്തരം വന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ദൃശ്യം കഴിഞ്ഞ സമയത്ത് സെൻകുമാർ സാർ പറഞ്ഞ പോലെ എത്രയോ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ദൃശ്യത്തിന്റെ പേരിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പത്രമാധ്യമങ്ങളെല്ലാം എഴുതുന്നത് ദൃശ്യം മോഡൽ കൊല നടന്നു എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ ഉണ്ടാവാം ഉള്ളിന്റെ ഈ ഓരോരുത്തരുടെ ടേസ്റ്റ് ആണല്ലോ. ഇപ്പം ഒരാൾ ചെയ്യുന്നവരെ അനുകരിച്ചിട്ട് നന്നായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ പിടിക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്നത് ഒരു കുറ്റവാളിയാണെങ്കിൽ അങ്ങനെ ചോണ്ടവരും ഉണ്ടായേക്കാം. അതുകൊണ്ട് ഇത് നടക്കുമെന്ന് നടക്കത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചേച്ചിയുടെ ഓർമ്മക്കുറിപ്പിലേക്ക് വരികയാണ്. കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമല്ല എന്നുള്ളത്. അപ്പോ ഇത് ശരിക്കും പറഞ്ഞ ചേച്ചി എഴുതുമ്പോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അടച്ചുപൂട്ടലായിരുന്നു, അതോ സുഖപ്പെടുത്തിയിട്ടുള്ള ആ ഒരു മുറിവുകള് ശരിക്കും അത് തുറന്നതാണ്? അതൊരു തുറക്കലായിരുന്നു ശരിക്കും. എൻ്റെ ജീവിതത്തിൽ അടച്ചുപൂട്ടി വെച്ചിരുന്നത് ഞാൻ ഇങ്ങനെയായിരുന്നു വന്നത്, ഞാൻ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഇത് ഞാൻ തന്നെ ആയിരുന്നു എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താനുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതെനിക്ക് എഴുതണം എന്ന് തോന്നിയത് കുറേ കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഈ നമ്മുടെ തൊടുപുഴയിലെ ഷഫീഖ് എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടല്ലോ, രണ്ടാനമ്മയും അച്ഛനും ഒക്കെ ചേർന്നിട്ട്. അതുപോലെ തന്നെ നമ്മുടെ തൊടുപുഴയിൽ ഒരു കുഞ്ഞ് കൊല്ലപ്പെട്ടു, എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല. അത് ആ കുഞ്ഞിന്റെ പാവയും അതിന്റെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയും അമ്മയുടെ കാമുകനും കൂടെ കൊന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ കുഞ്ഞ് മരിച്ചുപോയി. അപ്പൊ 2019 ഇത്തരം അനുഭവങ്ങളൊക്കെ വന്നപ്പോഴാണ് ഞാൻ എന്താണ് സർവൈവ് ചെയ്തിട്ടുള്ളത് എന്ന് എനിക്ക് ഒരു ചിന്ത വരുന്നത്. ഞാനും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഡിവോഴ്സ്ഡ് ആണ്. അപ്പം ഞാൻ എൻ്റെ മകളിലേക്ക് സ്വിച്ച് ചെയ്യാണ്. എൻ്റെ മകളിലേക്ക് ഞാൻ ഫോക്കസ്. അമ്മോൾക്കപ്പം 2 വയസ്സാണ്, എൻ്റെ മാധുവിന്. അപ്പം 2 വയസ്സായ എൻ്റെ മകൾക്ക് ഞാൻ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്,
ഞാൻ എന്തൊക്കെ അനുഭവിച്ചിട്ടില്ല എന്നുള്ളൊരു താരതമ്യപ്പെടുത്തൽ. അതായത് നമ്മളുടെ പാരൻസിന്റെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ, വേറൊരാൾ കടന്നു വരുന്ന സമയത്ത് ഒരു കുഞ്ഞിന് എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ നോ പറയാനായിട്ട് നമ്മുടെ പാരൻസിന് സാധിക്കണം അല്ലേ? അങ്ങനെ സാധിച്ചിരുന്നു എങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ലല്ലോ എന്നൊരു ചിന്തയുണ്ട്. പിന്നെ ഇത്തരം ഒരു ലോകത്ത് ഇതേ സിറ്റുവേഷൻസ്, അതായത് എന്നെ എൻ്റെ രണ്ടാനച്ഛനോ രണ്ടാനമ്മയോ ഉപദ്രവിച്ചു എന്നല്ല പറയുന്നത്, ഡിവോഴ്സ് ആയി പോയ ഒരു സാഹചര്യത്തിൽ ഒരു കുഞ്ഞിന്റെ അതിജീവനം എങ്ങനെയാണ്? അതായത് എപ്പോഴും ചിന്തിക്കുന്നില്ല, നമ്മൾ ചെറിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്നുണ്ടാവും. ഡിവോഴ്സിന് പല കാരണങ്ങളുമാണ്. മുതിർന്നവരുടെ കാരണങ്ങളൊന്നും കുട്ടികൾക്ക് അറിയില്ല ശരിക്കും അല്ലെ? അപ്പം അങ്ങനെ ആയി കഴിയുന്ന ഒരു സമയത്ത് ഈ കുഞ്ഞുങ്ങളാണ് ഇതിന്റെയൊക്കെ ബലിയാടുകൾ. വിക്ടിംസ്, ഡിവോഴ്സിന്റെ വിക്ടിംസ് എപ്പോഴും കുഞ്ഞുങ്ങളാണ്. അപ്പോഴും ഞാൻ പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഈഗോയും ഇതൊക്കെ മറന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് തീരെ നിവർത്തിയില്ലെങ്കിലും അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാനായിട്ട് ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ അച്ഛനും അമ്മയും, എനിക്ക് 2 ചേച്ചിമാരുണ്ട്, എനിക്ക് 5 അമ്മാവന്മാരുണ്ട്, ബാക്കി ബന്ധുക്കൾ എല്ലാവരും ഉണ്ടായിട്ടും ഒരു സൈഡിൽ ആരും ഇല്ലാതെ വളർന്ന ഞാൻ ഒരു സൈഡില്, ഈ അമ്മയുടെ കൂടെയും 5 അമ്മാവന്മാരുടെ കൂടെയും വളർന്ന എൻ്റെ 2 ചേച്ചിമാര്, അവരനുഭവിച്ചതും ഞാൻ അനുഭവിച്ചതും ഒരേ അമ്മയുടെ അച്ഛൻ്റെയും ഇതിൽ പിറന്നിട്ടും ഞാൻ അനുഭവിച്ച കുറെ ഇല്ലായ്മകളുണ്ട്. മനസ്സിലായില്ലേ? എൻ്റെ നിസ്സഹായായി പോയ ഒരുപാട് അവസ്ഥകളുണ്ട് എൻ്റെ. അപ്പം ആ അവസ്ഥയിൽ നിന്നും എങ്ങനെ ഒരു ലക്ഷ്മിപ്രിയ ഉണ്ടായി. നമുക്ക് വേണമെങ്കിൽ ആത്മഹത്യ, ഞാൻ എഴുതിയിട്ടുണ്ട്, മുഖക്കുരു വന്നാൽ പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് നമ്മൾ എങ്ങനെ സർവൈവ് ചെയ്തു എന്ന് അറിയിക്കണം. പിന്നെ നമ്മൾ മനുഷ്യന്മാർ തൊട്ട് കഴിഞ്ഞ ആത്മഹത്യയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വേർപിരിയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, ഈ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ നിങ്ങളെക്കാൾ വലിയ ആളാണെന്നോ. ചിലർക്കുണ്ടല്ലോ, നമ്മളിപ്പോൾ സംസാരിക്കുകയോ നിങ്ങൾ എന്താ അനുഭവിച്ചു, ഇതിനേക്കാളും കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ പറയല്ല ഞാൻ ആഗ്രഹിച്ചത്. നിങ്ങളെ പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ളവർ ഇവിടെ വേറെയും ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളും എന്നെയും താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരിച്ചിരി സമാധാനം തോന്നും. ആ ഒരു സമാധാനം കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. പിന്നെ ഞാൻ എന്നും ഡിവോഴ്സിനെതിരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം എനിക്കറിയാം കുഞ്ഞുങ്ങളെ വെച്ചിട്ട് തന്നെയാണ്. അപ്പം കുഞ്ഞുങ്ങൾക്കൊരു നല്ല ജീവിതം പാരൻസിലൂടെ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള ആഗ്രഹം കൊണ്ടാണ്, കുടുംബം നിലനിൽക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് ഞാൻ ആ പുസ്തകം സത്യം പറഞ്ഞ എഴുതിയത്. ഇപ്പോ എന്താ പറയാ, ആ ഒരു സമയത്ത് അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് ഒരു ഏകാന്തത അനുഭവിച്ചിരുന്ന ആ ഒരു സമയത്ത് ചേച്ചിക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് കുറെ പുസ്തകങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഒരു പുസ്തകങ്ങൾ ശരിക്കും ഇപ്പോഴത്തെ ആ ഒരു ലക്ഷ്മിപ്രിയനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതായത് ഇപ്പോഴും എൻ്റെ വൈകുന്നേരങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്റെ ഇപ്പോഴും വൈകുന്നേരങ്ങൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഭയങ്കര ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാനിപ്പോ വീട്ടിലാണെങ്കിൽ ഏകാന്തമായിട്ടിരുന്നാൽ ഞാൻ ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെയോ ഒരു ഭയങ്കര ഒരു എനിക്കത് ആ സന്ധ്യ ഒന്ന് കടന്നു കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും, കടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയിട്ട് കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിച്ച് അങ്ങനെ അതിനെ അങ്ങ് കഴിച്ചു കൂട്ടും. വൈകുന്നേരങ്ങൾ ഒരു കഴിച്ചുകൂട്ടൽ, ഒരു ട്രോമയാണ് വൈകുന്നേരങ്ങൾ എന്ന് പറയുന്ന ഒരു കഴിച്ചുകൂട്ടലാണ് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും. അതായത് എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും വേർപിരിയുന്നത് ഒരു വൈകുന്നേരമാണ്, ഒരു സന്ധ്യ സമയത്താണ്. ഇപ്പൊ 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ നിന്നും അച്ഛൻ എടുത്തിട്ട് അച്ഛനങ്ങ് പോവാണ്. മനസ്സിലായില്ലേ? അന്ന് ഞാൻ കരഞ്ഞ ഒരു കരച്ചിലുണ്ടായിരിക്കും. അതിന്റെ അലയൊലികൾ ഇന്നത്തെ ലക്ഷ്മിപ്രിയയുടെ ഉള്ളിലും അത് എവിടെയോ ഇങ്ങനെ തങ്ങിക്കിടപ്പുണ്ട്. ആ ഒരു ഗദ്ഗതം എനിക്ക് ഇന്നും വരാറുണ്ട്. കാരണമായിട്ട് ഞാൻ കരയുന്ന ഒരു സമയമാണ് ഈ വൈകുന്നേരങ്ങൾ. അപ്പോൾ എൻ്റെ ഏകാന്തതകളെയൊക്കെ ഞാൻ തരണം ചെയ്യാൻ കൂട്ടുപിടിച്ചത് എന്നും പുസ്തകങ്ങളാണ്. ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് സ്വർണ്ണോ വെള്ളിയോ ഒന്നും തന്നാൽ എനിക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല, നേരെ മറിച്ച് നിങ്ങൾ എനിക്ക് പുസ്തകങ്ങൾ തന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവിടെ ഉണ്ട് എൻ്റെ പുസ്തകം മോള് കണ്ടെന്ന് വിചാരിക്കണു. പുസ്തകങ്ങളുണ്ട്. അപ്പൊ വായിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ലഹരി. അപ്പൊ ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല, +2 വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ സംസാരമൊക്കെ കേൾക്കുന്ന ആരും ഞാൻ ഒരുപാട് പഠിച്ചിട്ടില്ല. ഇപ്പൊ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും എനിക്ക് അതിനകത്ത് ഒരു അറിവ്
എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു അറിവിന്റെ ഒരു ഘടകം, ഒരു എലമെന്റ് അവിടെ ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, സൂര്യന് താഴെയുള്ള ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ച് ചോദിച്ചാലും ലക്ഷ്മി ഒരു എൻസൈക്ലോപീഡിയാണ്. എന്തെങ്കിലും ഒരു ഇന്ന ആള് എന്ന് പറഞ്ഞാൽ ആ ആൾ ഇന്നയാണ്, ഇന്നത് ചെയ്തിരുന്ന ആളാണ്, ആ ആൾക്ക് ഇന്ന പുരസ്കാരങ്ങൾ കിട്ടുന്നുണ്ട്, ഇന്നതാണ് ആ ആളെന്ന് പറയാൻ പറ്റും എന്ന് പറയലേ. ഒരു കോമൺ ആയിട്ടുള്ള ഒരു അറിവ് എല്ലാ കാര്യത്തിനെ കുറിച്ചും എനിക്ക് കിട്ടുന്നത് പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പം എൻ്റെ ഭാഷയെ ഒരുപാട് അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരിക്കലും +2 മാത്രം പഠിച്ച ഒരാളാണ് ഈ സംസാരിക്കുന്നതെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നൊക്കെ വായനയുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ഒരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മയെ സംബന്ധിച്ച് അതൊരു അത്ര വലിയ പ്രസക്തമല്ലാത്തൊരു ചോദ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് അങ്ങനെ കുറേ അനുഭവങ്ങൾ ഉണ്ടായ ഒരു ആളാണ്. അപ്പോൾ അത് എത്രത്തോളം ഒരമ്മ എന്ന രീതിയിൽ മാതങ്കിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാതങ്കിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? അതായത് മകൾക്ക് 10 വയസ്സാവുന്നിടം വരെ മകളെ നോക്കാൻ ആരെയും ഞാൻ വെച്ചിട്ടില്ല. ഇപ്പോഴാണ് ഞാനൊരാളിനെ വെച്ചത്. അത് എൻ്റെ തിരക്കുകൾ എനിക്ക് വളരെ കൂടാൻ തുടങ്ങി. പിന്നെ മാധുവിൻ്റെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്ന ഒരു സമയമുണ്ടല്ലോ, ഒരു 5 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ നിർബന്ധമായിട്ടും നമ്മൾ പാരന്റിങ് എന്ന് പറയുന്ന ഒരു ജോലിയല്ല, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. നമ്മളുടെ കുഞ്ഞ് സമൂഹത്തിൽ ഇറങ്ങി എന്ത് ചെയ്യുന്നു, അത് നെഗറ്റീവ് ചെയ്താലും പോസിറ്റീവ് ചെയ്താലും, അവളുടെ ഭാഷയാണെങ്കിലും അവളുടെ ആറ്റിറ്റ്യൂഡ് ആണെങ്കിലും ബിഹേവിയർ ആണെങ്കിലും ഒക്കെ അത് കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഞങ്ങൾ 2 പേരിൽ ഒരാൾ അവളെ ഫുൾ ടൈം നോക്കാനുണ്ടാവണം എന്നുള്ളൊരു തീരുമാനമായിരുന്നു. ടച്ച് വുഡ് കഴിഞ്ഞ വർഷം വരെ ഏട്ടൻ ജോലിക്ക് പോയിരുന്നില്ല. മാധുവിനെ വളർത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഏട്ടൻ റിസൈൻ ചെയ്ത് ഏട്ടൻ അവളുടെ കൂടെ ഇരുന്നിട്ടുണ്ട്. അല്ലാത്തപ്പോഴൊക്കെ ഞാനുണ്ട്. പിന്നെ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങളെല്ലാം എൻ്റെ മകൾക്ക് ഉണ്ടാവണം എന്നുള്ള, അവൾക്ക് ഏറ്റവും നല്ല സ്കൂളിംഗ് ആണെങ്കിലും അവൾക്ക് ഏറ്റവും നല്ല പാരന്റിങ് ആണെങ്കിലും അമ്മ എന്ന് പറയുമ്പോഴും അച്ഛൻ എന്ന് പറയുമ്പോഴും ഓർക്കാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നല്ല ഓർമ്മകളാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുണ്ടായപ്പോൾ ബ്ലസ് ലീഡ് എടുത്താണ്. അത് ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്, അതെനിക്ക് മാറ്റാൻ പറ്റിയേയില്ല. ആഫ്റ്റർ ബിഗ് ബോസ് ഷോ ഞങ്ങൾക്ക് പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടിയിൽ ഇവൻ സ്മോക്ക് ചെയ്യുന്ന വീഡിയോ എത്ര പേരുടെ കയ്യിലുണ്ടെന്ന് അറിയോ? ഇതൊന്നും നമ്മൾ ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ കേസ് വന്നുകൊണ്ട് പറയുന്നില്ല. ഈ എല്ലാരും പോയൊക്കെ കഴിഞ്ഞപ്പം ഇവനിങ്ങനെ ഇത് കഴിക്കാനുള്ള ഭയങ്കരമായ ടെൻഡൻസി. ഞാൻ ദൂരെ ഇരുട്ടത്തിരിക്കുന്നത് ഇവൻ കാണുന്നില്ല. ഇവനത് എടുക്കണു, മണപ്പിച്ചു നോക്കുന്നു, ഒരു ഇച്ചിരി കുടിച്ചു നോക്കുന്നു, വെക്കുന്നു. അവൻ 3 കുപ്പി ഷാമ്പയിൻ ഉണ്ടായിരുന്നു, 3 അവൻ കുടിച്ചു തീർത്തിട്ടുണ്ട്. ധന്യയോട് ചോദിച്ചു നോക്കൂ, നിങ്ങള് അഖിലിനോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കൂ. ഇത് ഉണ്ടായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ഇഷ്ടപ്പെടാത്തത് ബ്ലസ് ലീലയാണ്.